ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും ഇതൊരു മൂവി റിവ്യൂയിലേക്ക് സാർ. അപ്പം നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സൗത്ത് ഇന്ത്യൻ മൂവിയാണ്, ഒരു ഹിന്ദി മൂവിയാണ്. ഈ മൂവിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഏപ്രിൽ 10 റിലീസ് ചെയ്ത മൂവി ആയിരുന്നു. യാദൃശ്യമായിട്ട് അന്ന് കാണാൻ സാധിച്ചില്ല, പക്ഷേ കഴിഞ്ഞ ദിവസം യാദൃശ്യമായി തല വയ്ക്കേണ്ടി വന്നു. അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടിയൊരു അനുഭവമാണ് നിങ്ങൾ പറയാൻ വേണ്ടി പറയുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ കേരളീയർക്ക് വേണ്ടിയിട്ട് ഇതിലൊരു സൂപ്പർ സ്റ്റാർ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയൊരു ആറ്റം ബോംബ് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. അത് നമ്മൾ റിവ്യൂ ചെയ്യുന്ന മൂവിയുടെ പേര് ബൈറ്റേ മിയാൻ ചോട്ടേ മിയാൻ എന്നാണ് മൂവിയുടെ പേര്. ഒരു ഹിന്ദി മൂവിയാണ്. ട്രെയിലറിലൊക്കെ പല പല ലാംഗ്വേജ് ഇറങ്ങിയിരുന്നു, പക്ഷേ റിലീസ് ഹിന്ദിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഡയറക്ഷൻ ഇതിൽ അലി അബ്ബാസാണ്. അതിന് മുൻ ചിത്രം സുൽത്താൻ, ഇപ്പോൾ തന്നെ ടൈഗർ സിന്ദാഹ എന്ന് പറഞ്ഞ 2 മൂവികളായിരുന്നു. വലിയൊരു വിജയം നേടിയ മൂവി തന്നെയാണ്. നമ്മുടെ സൽമാൻ ഖാനും ഒക്കെ അഭിനയിച്ചുള്ള മൂവിയായിരുന്നു ടൈഗർ. നമുക്കറിയാം സുൽത്താനും സൽമാനും തന്നെയായിരുന്നു. അപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ നേടിയ വലിയൊരു വിജയം നേടിയുള്ള ചിത്രമാണ് സുൽത്താൻ്റെ കാര്യത്തിൽ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരു പക്ഷേ അങ്ങനെ ഡാറ്റിൽ നിന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആറ്റം ബോംബ് വീണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ തന്നെ പറയാൻ സാധിക്കുള്ളൂ. അറിയില്ല എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ കാസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വലിയൊരു താരനിര തന്നെയുണ്ട്. അക്ഷയ് കുമാർ, അതുപോലെ തന്നെ ടൈഗർ ഷെരീഫ്, സോന സിൻഹ, അതുപോലെ മാനസ, ചാലി, അതുപോലെ പൃഥ്വിരാജ് സുകുമാരൻ. നമ്മുടെ മലയാളത്തിൽ നിന്നും പൃഥ്വിരാജ് സുകുമാരൻ വില്ലനായി വരുന്ന പ്രത്യേകത ഒക്കെ ഈ മൂവിക്കുണ്ടായിരുന്നു. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ ചിത്രം ആർക്കും ഇഷ്ടപ്പെടാതെന്നുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ ടൈഗർ സിദ്ധാക്കിയ പോലുള്ള ചിത്രങ്ങൾ നമ്മൾ കമ്പയർ വെച്ച് പറയില്ല, അതൊക്കെ നല്ല ചിത്രം തന്നെയായിരുന്നു. പക്ഷേ ഇവർ ഓരോ ചിത്രം ചെയ്യുമ്പോഴും അതിൻ്റേതായ സ്റ്റോറി എടുത്ത് അവർ ഡിഫറെൻ്റ് ആയിട്ട് മാറ്റുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലർ കണ്ടാൽ നമുക്കറിയാം ഒരു തീവ്രവാദം അതുമായുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളതെന്നൊക്കെ. അതിൽ നിന്നും ബന്ധപ്പെട്ടുള്ള പരിപാടിയൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഇത് കുറച്ചുകൂടി സയൻസുമായിട്ട് ഒരു മേക്ക് ചെയ്യുന്ന രീതിയിലാണ് അവർ ഒരുക്കി വയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ കാണുന്ന പ്രശ്നം ഒട്ടും തന്നെ ഒന്നും മനസ്സിലാവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അത് നമ്മുടെ ബൈറ്റേ മിയാൻ ചോട്ടേ മിയാനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ വില്ലനാണ് കാണിക്കുന്നത്. വില്ലനാണ് പൃഥ്വിരാജും കാണിക്കുന്നു. അത് 2 സൈഡ് മാസ്ക് ഒക്കെ വെച്ചിട്ട് മുടി ഇങ്ങനെ ബാക്കിലോട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ണിന് നമുക്കറിയാം നമ്മുടെ പൃഥ്വിരാജാണ് ഈ ഇതിൽ വരുന്നതെന്ന്. കണ്ണിനൊക്കെ എന്തോ ഡിഫറെൻ്റ് ആയിട്ട് ചുവന്ന കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു അറ്റാക്ക് നടക്കുന്നു. കുറച്ച് പേരെ പിടിച്ചു കൊണ്ടുവന്നു. നമ്മുടെ നായകയും പിടിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഫൈറ്റിൽ നിന്നും നായിക അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ഇതിന് തടയാമെന്ന് പറഞ്ഞിട്ട് രണ്ട് ഓഫീസറെ നിയമിക്കുന്നു. അതാണ് അക്ഷയ് കുമാറും ടൈഗർ ഷെരീഫും ആയിട്ട് വരുന്നത്. പിന്നീട് അവരെങ്ങനെ അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളതൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ വില്ലൻ ആരാണെന്ന് വ്യക്തമായി തന്നെ കാണിച്ചിട്ടാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ ബ്ലോഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞെട്ടാനും കാര്യങ്ങളൊന്നും തന്നെ ഒന്നും തോന്നിയില്ല. അതിൽ പൃഥ്വിരാജിനെ കുറിച്ച് പറയുമ്പോൾ ആളൊരു വലിയൊരു ശാസ്ത്രജ്ഞത്തിൽ പോയ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഫോഴ്സുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുക അയാൾക്ക് ഇന്ത്യൻ ഫോഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ തന്നെ കുറച്ച് റോബോട്ടുകളൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. റോബോട്ട് മീൻസ് പുതിയ ശാസ്ത്രം ഉപയോഗിച്ചിട്ട്. അത് പക്ഷേ അന്നത്തെ അവിടുത്തെ കുറച്ച് ആൾക്കാർ അംഗീകരിക്കും. പിന്നീട് നടക്കില്ല, ശരിയാവില്ല, കാരണം നമുക്ക് മുകളിലേക്ക് പോകാൻ പാടില്ല, ഇവിടുത്തെ ഇന്ത്യൻ ഫോഴ്സ് തന്നെയാണ് ഏറ്റവും വലുത്, നമ്മൾ പട്ടാളാണ്, അങ്ങനെയാണ് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ അയാൾക്ക് ശത്രു വരുന്നു. അയാൾ പിരിഞ്ഞ് വേറെ അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ പുതിയൊരു പരീക്ഷണം സൃഷ്ടിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ നായകന്മാരുടെ എൻട്രിയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. കുറച്ച് അറ്റാക്ക് നടക്കുന്നു, കുറച്ച് അപകടങ്ങളൊക്കെ പറ്റുന്നു ഉള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. അതാണ് സ്റ്റോറി. അതാണ് ആളെ വൈദ്യാക്കിയമായിട്ട് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. സ്പോയിലറാണ്. അപ്പോൾ തീർച്ചയായിട്ടും പടം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ റിവ്യൂ കാണാണ്ടിരിക്കുന്നതായിരിക്കും എനിക്ക് പറയാനുള്ളൂ. അല്ലാത്തൊരു എന്തായാലും തീർച്ചയായും കാണാം. നിങ്ങൾക്ക് വലിയൊരു ബോംബ് നിന്നും രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ പൃഥ്വിരാജിൻ്റെ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. പിന്നീട് എന്തുകൊണ്ടാണ് അതാണ് അയാൾ റീസണായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലായിട്ട് ഒരു തരി പോലും എവിടെയും കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇതിൽ ഇൻ്റർവ്യൂവിൽ വരും പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ ഒരു മുഖം ഫേസ് കാണിക്കുന്നില്ല, മാസ്ക്കാണ്. ഇൻ്റർവ്യൂവിൽ തൊട്ട് മുമ്പാണ് പകുതി ഭാഗമായി കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പുറത്തെ സൈഡും കാണിക്കുന്നു. എന്താണ് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നോർമലിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. അദ്ദേഹം തന്നെ ഡബ് ചെയ്തിട്ടുള്ളത്. അത് നല്ല ഗുണമായിട്ട് തോന്നി. പിന്നെ അക്ഷയ് കുമാറും അതുപോലെ തന്നെ ടൈഗർ ഷെരീഫും സിമ്പിളായിട്ട് ഇൻട്രോ ആണ് പറഞ്ഞത്. ഭയങ്കര ബിൽഡപ്പ് കൊടുക്കുന്നു. പ്ലെയിനിൽ നിന്ന് ഇറങ്ങി വരുന്നു. സിമ്പിൾ രണ്ടുപേരും കാണിക്കുന്നു. അക്ഷയ് കുമാറിൻ്റെ ഒക്കെ മീശ കണ്ട ചിരി വരും. ആ ജാതി കോമഡി മീസാക്കി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ടൈഗർ ഷെരീഫിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നായകൻ്റെ സിക്സ്പാക്ക് വേണ്ടി കളിക്കുന്ന നായിക പ്രേമമാകുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പോലീസ് ഓഫീസറെ കാണുമ്പോൾ ഒരു ആരാധന ഉള്ള പരിപാടിയൊക്കെ തന്നെ സ്ഥിരമായിട്ട് പിടിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രത്യേകതയിലൊരു സീനുണ്ട്. ഇവരുമാർ തമ്മിൽ സീരിയസ് ആയിട്ട് ഡയലോഗ് പറയുന്ന സമയത്ത് അക്ഷയ് കുമാർ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു കോമഡി ഇളക്കും. എന്നുവെച്ചാൽ നമ്മൾ ആ സീരിയസ് ആയിട്ട് എങ്ങനെയാണ് ഉയർന്നു നിൽക്കണം എന്നുള്ള ചിന്ത ഈഗോ മാറ്റി വയ്ക്കുന്ന പറയുന്ന സമയത്ത് ആൾ വന്നിട്ട് ഒരു കോമഡി ഇളക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് എവിടെ ആസ്ഥാനത്ത് വരെ അടക്കം കോമഡി തിരികെ കയറ്റിയിട്ടുണ്ടെന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയുള്ളൂ. കാരണം നമ്മൾ അത്യാവശ്യമായി സീരിയസ് ആയിട്ട് നല്ല ബാഗുകളിൽ ഇങ്ങനെ ഇട്ട് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കോമഡിയാക്കി കളയും. അതുകൊണ്ട് ആ ഫ്ലോ അങ്ങോട്ട് പോകും. അതാണ് പറയാനുള്ളത്.
അതുപോലെ പാട്ടുകൾക്ക് വലിയ പ്രത്യേകിച്ച് കാര്യമായിട്ട് തോന്നിയില്ല. അതുപോലെ BGM അതിൽ VFX ഒക്കെ വെറും വേസ്റ്റ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഒട്ടും തന്നെ നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഒരുപാട് ഉണ്ട് ഇതിൽ. ഒരു ഫൈറ്റ് സീനിൽ ഒരു മിഷൻ കണക്ക് പിടിച്ച അക്ഷയ് കുമാർ വരുന്നപ്പോൾ അങ്ങ് കാണിക്കുന്നുണ്ട്, തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. പല പല കത്തി സീൻസൊക്കെ ഒരുപാടുണ്ട്. ഏറ്റവും വലിയ കത്തി എന്ന് വെച്ചാൽ പടങ്ങൾ ഒരു കാർ ചേസിന് സീനുണ്ട്. മറ്റാൾ കാരണം മുകളിൽ കയറുന്നു, നായക അപ്പയ്ക്ക് ഓടി വരുന്നു. അക്ഷയ് കുമാർ ബൈക്കായിട്ട് കാരണം കയറിയിട്ട് ബൈക്ക് ഹെലികോപ്റ്ററിന് മുകളിലേക്ക് ഉയർത്തി പറത്തുന്നു. എന്നിട്ട് ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിലേക്ക് ബൈക്ക് കയറ്റി വിട്ടിട്ട് അക്ഷയ് കുമാർ താഴ്ത്തി തരുന്നു. അപ്പോഴേക്കും ഹെലികോപ്റ്റർ പൊട്ടി തെറിക്കണം. ആ ട്രെയിൽ കണ്ടാൽ നമുക്കറിയാൻ സാധിക്കും. അതൊക്കെ കത്തിയുടെ കത്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറക്കണം, കൈത്തിറക്കുക. ഒരു കത്തി കൈത്തിറക്കാൻ തോന്നുന്ന ഒരു ബോംബ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് പ്രത്യേക സുമാർ ഇതിൽ ഇങ്ങനത്തെ പോലെ ചിത്രത്തിലൊക്കെ തല വെച്ച് നോക്കുമ്പോൾ ശരിക്കും ദുഃഖകരമായിട്ടൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ദുഃഖകരം എന്നാണ് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം ഒരു ആറ്റ ബോംബ് എന്നൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഒരു ബോംബ് പൊട്ടിയിട്ടുള്ള നേരിട്ടൊരു സ്ഫോടനം കണ്ടുള്ള അവസ്ഥയായിരുന്നു എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഒരു വധം എന്ന് പറയാൻ സാധിക്കും. കാരണം ഒരു തരി പോലും ഒരു പോസിറ്റീവ് പറയാനുള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. നെഗറ്റീവ് നേരത്തെ പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ തീർച്ചയായും ബൈറ്റേം ഞാൻ ചോട്ടേം നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ തീർച്ചയായും എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. തീർച്ചയായും വെരി വേസ്റ്റ് മൂവി എന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ പോലത്തെ ഇവിടെ വലിയ ഇഷ്ടപ്പെട്ടത് സപ്പോർട്ട് ചെയ്യുക. അതുവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.